കാഴ്ചയും ഓർമ്മയും നഷ്ടമായി ജീവിക്കുന്ന ഒരമ്മയും പ്രതിസന്ധികൾക്കിടയിലും ആ അമ്മയെ നെഞ്ചോട് ചേർത്ത് പരിചരിക്കുന്ന മകനും കണ്ണു നനയ്ക്കുന്ന കാഴ്ചയാകുന്നു. സഹകരണ സംഘത്തിൽ നിന്നും എടുത്ത ലോണും മുദ്രാ ലോണും അടയ്ക്കുന്നതിന് സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ അമ്മയും മകനും. ജപ്തി ഭീഷണിയിലാണ് ഇവർ. ശ്രീമൂലനഗരം സ്വദേശി സുരേഷും അമ്മ തങ്കമണിയുമാണ് ആരെയും വേദനിപ്പിക്കുന്ന ദുരന്ത ജീവിതം നയിക്കുന്നത്. 5 ലക്ഷത്തോളം രൂപ ഇവർക്ക് ഉടനടി കണ്ടെത്തണം. പത്ത് വർഷം മുൻപാണ് അമ്മയുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. 2018 വെള്ളപ്പൊക്കത്തിൽ ഓടിട്ട വീടും നിലം പൊത്തി. എങ്കിലും ഓട്ടോ ഡ്രൈവറായിരുന്ന സുരേഷ് 4 ലക്ഷം രൂപ ബാങ്ക് വായ്പയെടുത്ത് ഒരു ചെറിയ വീട് വെച്ചു. പിതാവിന്റെ മരണശേഷം 3 സഹോദരിമാരുടെയും വിവാഹം നടത്തിയതും സുരേഷ് ആയിരുന്നു. ജീവിതം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയ്ക്കിടയിലാണ് അമ്മയുടെ ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. ഇതോടെ കിടപ്പിലായ അമ്മയെ പരിചരിക്കാൻ വേണ്ടി ഓട്ടോ ഡ്രൈവർ ജോലി സുരേഷ് ഉപേക്ഷിച്ചു. ജോലി സ്ഥിരമായിട്ടൊന്നും അന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അടയ്ക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ കടലാസ് വരുമ്പോൾ പലിശ അടയ്ക്ക് പുതുക്കി വെച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ പ്രളയത്തിൽ വീടും പോയി. 2021 അച്ഛനും മരിച്ചു. അപ്പോഴാണ് അച്ഛൻ മരിച്ച 2ാമത്തെ ദിവസമാണ് അവർ ജപ്തി കടലാസും കൊണ്ട് വന്നത്. അങ്ങനെ അതൊരു 6 ലക്ഷം രൂപ ഉണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ ഹെൽപ്പുകൾ ചോദിച്ചിട്ടാണ് കുറേ കാശ് അടച്ച് തീർത്തിട്ടുണ്ട്. ഈ ബാക്കി ഒരു 320 വരുന്നു, 328 വരുന്നത്. പിന്നെ മുദ്രാ ലോണുണ്ട്, വണ്ടിയുടെ അടച്ചിട്ടില്ല. ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് ഒരു മണിക്കൂറൊക്കെ പോകുള്ളൂ. അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അമ്മ കിടപ്പാരണം, എനിക്ക് പോകാൻ പറ്റില്ല. കാഴ്ചയില്ല, ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് അമ്മയെ വീട്ടിൽ തനിച്ചാക്കാൻ ആ മകന് കഴിഞ്ഞില്ല. അനാഥാലയത്തിലാക്കാൻ ചിലർ ഉപദേശിച്ചെങ്കിലും അമ്മയെ പിരിയാൻ സുരേഷിനായില്ല. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ വിവാഹം കഴിക്കാനും സാധിച്ചില്ല. സുരേഷിന്റെ ദുരിത ജീവിതം കണ്ട് നാട്ടുകാരിൽ ചിലർ സഹായിക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ ചികിത്സയ്ക്കും ഭക്ഷണത്തിനുമുള്ള ചെലവ് സുരേഷിന് കണ്ടെത്താനാകുന്നില്ല. സഹകരണ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനാകാതെ വന്നതോടെ വീട് ജപ്തി ചെയ്യുമെന്ന നോട്ടീസ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് ഒരു മണിക്കൂറൊക്കെ പോകുള്ളൂ. അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അമ്മ കിടപ്പാരണം, എനിക്ക് പോകാൻ പറ്റില്ല. കാഴ്ചയില്ല, ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് 2 മണിക്കൂർ വണ്ടി ഓടിച്ചിട്ട് ഞാൻ വേഗം പോരും. അതുകൊണ്ട് നമുക്ക് നിത്യവൃത്തി അന്ന് പറ്റുള്ളൂ. ഇപ്പം പിന്നെ ഒട്ടും പോകാറില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ നിത്യവൃത്തി ബുദ്ധിമുട്ടാണ്. ഈ കടവും ഒരു ബാധ്യതയാണ്, 2 കടവും കൂടി. അപ്പോൾ അതെന്തെങ്കിലും ഒരു സഹായം ചെയ്യാനുള്ള നല്ല മനസ്ഥിതി ഉള്ളവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിച്ചാൽ എൻ്റെ ഈ കടമൊന്ന് വീട്ടിൽ എനിക്കൊരു സമാധാനം കിട്ടും. അപ്പോൾ അത് നമ്മൾ വണ്ടി ഓടിക്കുക 1 മണിക്കൂർ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിത ചെലവ് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാതെ കടവും ഇതെല്ലാം കൂടി എനിക്ക് ഓടിച്ചാൽ കിട്ടൂല. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും അമ്മയോടുള്ള സ്നേഹം മാത്രമാണ് സുരേഷിന്റെ ഉള്ളു നിറയെ. ദുരന്ത ജീവിതത്തിൽ നിന്ന് കരകയറ്റാൻ സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് സുരേഷ്. ബാങ്ക് ജപ്തി ഒഴിവായി കിട്ടണമെന്ന പ്രാർത്ഥന മാത്രമാണ് സുരേഷിനുള്ളത്. എൻലൈറ്റ് ന്യൂസ്, അങ്കമാലി.